അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട ഭരണാധികാരിയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഈ ഉമർ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ ഇരിക്കുകയാണ്, കരയുകയാണ്. ആ നേരത്തെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്തിനാണ് കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ഭരണാധികാരിയായ ഖലീഫയായ എന്നിൽ നിന്ന് വല്ല തെറ്റും സംഭവിക്കുകയും എന്നാൽ എന്നോടുള്ള ആദരവ് കാരണം, എന്നോടുള്ള ഇഷ്ടം കാരണം ജനങ്ങൾ അഥവാ നിങ്ങൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കുകയും ചെയ്താൽ എന്നാലോചിച്ചപ്പോൾ കരഞ്ഞുപോയതാണ്. എൻ്റെ തെറ്റ് തിരുത്താൻ എന്നോടുള്ള ആദരവ് കാരണം നിങ്ങളത് മുന്നോട്ട് വരാതിരുന്നാൽ എൻ്റെ തെറ്റ് ആര് തിരുത്തും, എന്നെ ആര് തിരുത്തും എന്നാലോചിച്ചുകൊണ്ട് കരഞ്ഞു പോയതാണ് എന്ന്. അന്നേരം ആ സ്വഹാബി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ വിഷയത്തിൽ അങ്ങ് പേടിക്കേണ്ടതില്ല. കാരണം സത്യത്തിൽ നിന്ന് അങ്ങ് വ്യതിചലിച്ചാൽ, അങ്ങയുടെ ഭാഗത്ത് തെറ്റു കണ്ടാൽ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും, അങ്ങയെ ഞങ്ങൾ തിരുത്തും, അങ്ങയെ ഞങ്ങൾ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ആ സ്വഹാബി പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ പുഞ്ചിരിയോടെ പറഞ്ഞു, അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവിന് സ്തുതി. എൻ്റെ തെറ്റുകൾ, എൻ്റെ വീഴ്ചകൾ, എൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി എന്നെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്ന നല്ല സ്നേഹിതന്മാരെ എനിക്ക് സമ്മാനിച്ച അല്ലാഹുവേ, നിനക്ക് സ്തുതി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ പറഞ്ഞു. മറ്റൊരവസരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്. വലിയ ഖലീഫയാണല്ലോ, ഭരണാധികാരിയാണല്ലോ. ആ പ്രസംഗത്തിനിടയിൽ ചോദിച്ചു, സ്നേഹിതന്മാരെ, ചങ്ങാതിമാരെ, വല്ലപ്പോഴും ഞാൻ അള്ളാഹുവിനെ മറന്ന് ഈ ദുനിയാവിൻ്റെ സുഖങ്ങളിൽ മുഴുകി ജീവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്നേരം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങെങ്ങാനും ഈ ദുനിയാവിൻ്റെ പളവളപ്പിൽ മയങ്ങിക്കിടക്കുകയാണെങ്കിൽ ദാ ഈ മൂർച്ചയുള്ള വാളുകൊണ്ട് അങ്ങയെ ഞാൻ ശരിപ്പെടുത്തുമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖലീഫയായ എന്നെയോ? അതെ, അങ്ങയെ ശരിപ്പെടുത്തും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സംതൃപ്തനായി. ഉമർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ തെറ്റ് ശരിപ്പെടുത്തുന്ന, എന്നെ നന്നാക്കുന്ന, എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിലുണ്ടാക്കിയ റബ്ബേ, അല്ലാഹുവേ, നിനക്കാണ് സ്തുതി എന്ന്. അതുപോലെ മറ്റൊരവസരം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സ്, ആളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത്തഖില്ലാഹ്, ഉമറെ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇത്തഖില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം പിടിച്ചു. കാരണം ആരോടാ ഇത് പറയണത്? ഏറ്റവും വലിയ മുത്തഖിയായ, ഏറ്റവും നന്നായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാ പറയണത്, നീ അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന്. ആളുകൾ ഇങ്ങനെ ദേഷ്യത്തോടെ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏയ്, ആരും ഒന്നും പ്രതികരിക്കരുത്, ആരും ഒന്നും അദ്ദേഹത്തോട് ദേഷ്യപ്പെടരുത്. കാരണം ഇത്തഖില്ലാഹ് എന്ന് അയാൾ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എന്നിൽ നന്മയില്ല, അയാൾ അങ്ങനെ പറയുന്നില്ല എങ്കിൽ അയാളിലും നന്മയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മനുഷ്യനാണ്, എത്ര നല്ല മനുഷ്യനാണ്. എന്നിട്ട് പോലും തൻ്റെ തെറ്റുകൾ, തൻ്റെ വീഴ്ചകൾ, തന്നിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്താൻ ആളുകൾ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. എന്നാൽ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ തെറ്റ് ആരെങ്കിലും തിരുത്തുമ്പോൾ, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷെ അവരോട് തർക്കിക്കും. എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ചിലപ്പോൾ തർക്കിച്ച് ഞാൻ തന്നെയാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ അടവുകളും പയറ്റും. അങ്ങനെ ആവരുത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.